ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റിൻ്റെ കവറും ഒരു കാർഡ്ബോർഡ് പീസുമാണ്. ഇതിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുത്തു. അതൊന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ കവറൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്നും ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. നമ്മൾ മടക്കി എടുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ കവറിൽ നമുക്ക് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കണം. ഇതിൽ നമ്മൾ പേന വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മളതിൽ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന വാൾ ഡെക്കറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളതിൽ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളത് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പല പീസുകളായി നമ്മളത് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കത് ഓരോന്നും മടക്കി കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതാക്കി നമുക്കത് ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ വേസ്റ്റ് കവറൊക്കെ വെച്ച് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന 2 വാൾ ഡെക്കറാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഇതുപോലത്തെ വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിന് നമുക്ക് ആദ്യം ഫ്രെയിം പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോം ഷീറ്റിൽ നിന്നും ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഫ്രെയിം പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ആദ്യം അതിലേക്കൊന്ന് വെച്ച് നോക്കാം. ഇതുപോലെയാണ് നമുക്കത് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മളത് ഒട്ടിച്ചെടുക്കുമ്പോൾ താഴെ നിന്നുള്ള ഓരോ പീസുകളാണ് ആദ്യം ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു സ്റ്റാർ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന ഇതുപോലത്തെ പേപ്പറിൽ നിന്നും വീതി കുറഞ്ഞ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഇത് നമുക്ക് ക്രിസ്മസ് ട്രീയിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയാണ് അത് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ അതും ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മളിവിടെ തെർമോക്കോൾ ബാൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ബുദ്ധിമുട്ടില്ലാത്തവരൊന്ന് ഫോളോ ചെയ്യണേ. ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന തെർമോക്കോൾ ബാൾസ് എല്ലാം ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. വീണ്ടും നമ്മളിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ചെറിയ സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇതും കൂടെ നമ്മൾ അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗിഫ്റ്റ് ബോക്സുകളായി ഇതിന് താഴെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അതെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. നമ്മളതിൽ ഫ്രെയിം പോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഇതിനൊരു ഭംഗി കിട്ടുന്നില്ല. അത് നമ്മൾ മാറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം പറിച്ച് കളയാണ്. പിന്നീട് നമ്മൾ ഇതാണ് ഫ്രെയിം പോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ആദ്യത്തെ വാൾ ഡെക്കർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളല്ലേ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മുടെ അടുത്ത ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡ് പീസിൽ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ ആദ്യം ഫ്രെയിം പോലെ ഒന്ന് ഒട്ടിച്ചെടുത്തു.
പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പീസുകളാണ്. ഇതിൽ നിന്ന് നമുക്ക് റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിൽ ഈ ഒരു അടപ്പ് വെച്ച് വരച്ചെടുക്കുകയാണ്. നമ്മളിന്ന് ചെയ്തെടുക്കുന്ന 2 വാൾ ഡെക്കറും നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വരച്ചെടുത്തിട്ടുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. വീണ്ടും നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നിന്നും വീണ്ടും നമ്മൾ 3 പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. പിന്നീട് നമ്മളിവിടെ ഇതുപോലത്തെ ചരടിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ഈ ചരടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് നോക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ഈ റൗണ്ട് പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചെടുത്തതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അത് വെച്ച് വീണ്ടും വരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് വെച്ച് 2 എണ്ണം കൂടെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. 3 എണ്ണം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. അതിന് താഴെ ഒട്ടിച്ചെടുക്കാനുള്ളത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ക്രിസ്മസ് റിലേറ്റഡ് ആയി നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചു കൊടുത്തു. വളരെ സിമ്പിളായി ചെയ്യാവുന്ന 2 ക്രാഫ്റ്റ് വർക്കുകളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മളതിൻ്റെ ബാക്കിൽ ചുമരിൽ തൂക്കിയിടാനുള്ളതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 2 ക്രാഫ്റ്റ് വർക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.